അപ്പോൾ ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് വായിക്കാൻ കഴിയില്ല, പക്ഷേ അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയും. അപ്പോൾ ഒരു കാലത്തിലെ തമിഴിലെ സ്റ്റാർഡത്തിന്റെ പൊസിഷനിങ് ആയിരുന്നു ആ കാണുന്നത്. ആൻഡ് മുന്നിൽ ഓടുന്ന ആള് ഒന്നുകിൽ രജനീകാന്ത് ലീഗിലോ അല്ലെങ്കിൽ കമൽഹാസൻ ലീഗിലോ വീണു പോകുന്ന ഒരാളല്ല, മറിച്ച് ഇത് രണ്ടിന്റെയും ഗുണം ഒരുമിച്ചടങ്ങിയ ഒരു താരമായിരുന്നു. പുള്ളിയുടെ ആക്ടിങ്ങിന്റെയും സ്റ്റാർഡത്തിന്റെയും ഒക്കെ ഒരു പീക്ക് റെപ്രസെന്റേഷൻ ആയിരുന്നു അന്യൻ എന്ന ചിത്രം. പക്ഷേ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, ഓക്കെ, ആദ്യം ചെറുപ്പത്തിൽ ഞാൻ ഈ സിനിമയെ എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത് എന്ന് പറയാം. തീർച്ചയായും ഇതൊരു വണ്ടർ മൂവി ആയിരുന്നു. എന്ന് വെച്ചാൽ ഇതുപോലുള്ള ചിത്രങ്ങളൊന്നും നമുക്ക് ഒരിക്കലും മലയാളത്തിൽ കാണാൻ കഴിയില്ല. ഇതിന്റെ ഗ്രാൻഡ്യൂർ, ഇതിന്റെ വിഷ്വൽസ്, ഇതിലെ ഫൈറ്റ് സീക്വൻസസ്, ഇതിലെ സോങ്സ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു ബ്രഹ്മാണ്ഡ സംഭവം. അങ്ങനെ പണ്ടൊക്കെ അത്ഭുതത്തോടു കൂടി കണ്ടിരുന്ന ഒരു സിനിമയായിരുന്നു ഇത്. എന്നാൽ പിൽക്കാലത്ത് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ 4G വിപ്ലവം വന്നതിന് ശേഷം, അതായത് നമുക്കൊരു പഴയ സിനിമ കാണണമെങ്കിൽ അത് ടിവിയിൽ വരുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, എപ്പോൾ വേണമെങ്കിലും യൂട്യൂബിൽ പോയി കാണാം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തിയതിനു ശേഷം ഞാൻ ഒരു തവണ പോലും ഈ പടം റീവിസിറ്റ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ അങ്ങനെ കാണാൻ എനിക്ക് തോന്നിയിട്ടില്ല. അതായത് ചെറുപ്പത്തിലൊരു ആവേശം ഈ പടത്തോട് എനിക്ക് വലുതായപ്പോൾ ഉണ്ടായില്ല എന്നർത്ഥം. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഇതിനേക്കാളും 10 വർഷം മുൻപിറങ്ങിയ ഇതേ സംവിധായകന്റെ ഇതേ കാറ്റഗറിയിൽ പെടുന്ന ഇന്ത്യൻ എന്ന സിനിമ, ഒന്നുകിൽ സിനിമ മൊത്തമായി അല്ലെങ്കിൽ അതിലെ ചില ഭാഗങ്ങൾ ഞാൻ പലപ്പോഴായി യൂട്യൂബിൽ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫലത്തിൽ അതിപ്പോ ഒരു 30 വർഷം പഴക്കമുള്ള സിനിമയാണെങ്കിലും എന്തോ ആ പടം ക്വാളിറ്റി വൈസ് ഒരുപാട് മുകളിലാണെന്നൊരു തോന്നൽ. എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതേ ശങ്കറിന്റെ തന്നെ വൺ മാൻ വേഴ്സസ് കറപ്ഷൻ സീരീസിൽ വരുന്ന ജെന്റിൽമാൻ, അന്യൻ, ശിവാജി തുടങ്ങിയ സിനിമകളുമായി കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അന്യൻ സിനിമയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. ഇതിപ്പോ അവരെ മനഃപൂർവ്വം പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല, ബട്ട് ജെനുവിൻലി ദിസ് ഈസ് വാട്ട് ഐ ഫീൽ. പണ്ടൊരു അത്ഭുതമായി കണ്ടിരുന്ന ഒരു സിനിമയ്ക്ക് അതേ സ്റ്റാമ്പ് നിലനിർത്താൻ ഇന്ന് കഴിയുന്നില്ല, അതായത് കാലത്തെ അതിജീവിക്കാൻ കഴിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.